സ്ട്രേഞ്ചറിനെ കണ്ടാൽ, അല്ലെങ്കിൽ നീ ബെയർലി അറിയാവുന്ന ഒരാളെ കണ്ടാൽ, അതുമല്ലെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരാളെ നീ വീണ്ടും കാണുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ സംസാരിക്കാൻ മറന്നു പോവാറുണ്ടോ? ഹായ്, സുഖമല്ലേ? സുഖം. അതിനുശേഷം മൈൻഡ് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആവും. പിന്നെ പതിയെ നിന്റെ കൈ ഫോണിലേക്ക് പോകും. ആരും നിന്നെ ടെക്സ്റ്റ് ചെയ്തത് കൊണ്ടല്ല, ആ ഓക്വേർഡ് സൈലൻസിൽ നിൽക്കുന്നതിനേക്കാൾ തിരക്കുള്ളതായി അഭിനയിക്കുന്നതാണ് എളുപ്പമെന്ന് തോന്നുന്നു. പക്ഷെ സ്ട്രേഞ്ച് ആയ ഒരു കാര്യം എന്തെന്നാൽ, അവിടെ നിന്ന് നടന്നു പോയ ഉടനെ പറയാമായിരുന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് വരും. ദ പെർഫെക്റ്റ് ജോബ്, ദ പെർഫെക്റ്റ് സ്റ്റോറി, ദ പെർഫെക്റ്റ് ക്വസ്റ്റ്യൻ. ഇത്രയും വാക്കുകൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എങ്കിലും സെക്കൻഡ്സ് മുന്നേ അവ എവിടെയായിരുന്നു? ബ്രെയിൻ എന്നെ ചതിക്കുകയാണ്. ബട്ട് ബ്രെയിൻ എംപ്റ്റി അല്ല, ഇറ്റ് വാസ് ഒക്യുപ്പൈഡ്. ഇമാജിൻ ചെയ്യൂ, നീ കുറേ ആളുകളുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് ഒരു ബുക്ക് വായിക്കുകയാണ്. ആരോ നിന്റെ ചെവിയിൽ വന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, മിസ്റ്റേക്ക് ഉണ്ടാക്കരുത്, മറ്റുള്ളവർ നിന്നെ വിയേർഡായി കരുതുന്നു, ഇൻട്രസ്റ്റിംഗ് ആയത് സംസാരിക്കാം. നീ എന്താണ് മിണ്ടാതിരിക്കുന്നത്? എങ്കിൽ നിനക്ക് ആ ബുക്കിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കുന്നു. എക്സാക്ട്ലി സെയിം ആണ് കോൺവേഴ്സേഷന്റെ ഇടയിലും നടക്കുന്നത്. നിന്റെ ബ്രെയിൻ ഫുള്ളി കേൾക്കുന്നില്ല, അത് നിന്നെ കേൾക്കുന്നതിൽ ബിസിയാണ്. ന്യൂറോ സയൻസ് അതിനെ സെൽഫ് ഫോക്കസ്ഡ് അറ്റൻഷൻ എന്ന് പറയുന്നു. അതായത് ആ കോൺവേഴ്സേഷനെ കേൾക്കാതെ ബ്രെയിൻ കോൺസ്റ്റന്റ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ശരിയായി ചിരിക്കുന്നുണ്ടോ, ഞാൻ പറഞ്ഞ സ്റ്റുപ്പിഡ് ആയിരുന്നു, എന്താണ് അവൻ എന്നെ ഇങ്ങനെ നോക്കുന്നത്, ഞാൻ എന്ത് പറയും? ബ്രെയിൻ അത്തരം കോൺവേഴ്സേഷനിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ ഇറ്റ്സ് ലെസ് നോട്ടീസസ് ദം. അതായത് നിന്റെ അറ്റൻഷൻ തെറ്റായ സ്ഥലത്താണ് എന്നർത്ഥം. No one is born knowing how to keep a conversation alive. It's a skill, a pattern or a പ്രാക്ടീസിലൂടെ ബിൽഡ് ചെയ്യാവുന്ന ഒരുതരം ഹാബിറ്റ് മാത്രമാണ്. സോ നിനക്ക് കോൺഫിഡൻസ് കുറവോ, നീ ബോറിങ്ങോ, നീ ഓക്വേർഡോ ഒന്നുമല്ല. ബ്രെയിനിന്റെ ആ പാട്ടിനെ നാം കറക്റ്റ്ലി ട്രെയിൻ ചെയ്തിട്ടില്ല. സ്റ്റോപ്പ് ട്രൈങ് ടു ബി ഇൻട്രസ്റ്റിംഗ്, ബി ക്യൂരിയസ് ഇൻസ്റ്റെഡ്. മിക്കവരും കരുതുന്നത് ഒരു ഗ്രേറ്റ് കോൺവേഴ്സേഷന്റെ സീക്രട്ട് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് ഉണ്ടാക്കുക, ഫണ്ണി ആക്കുക, പറയാൻ റൈറ്റായ കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെയാണ്. പക്ഷെ സംസാരിക്കാൻ വിഷയങ്ങൾ തീരാത്ത ആളുകൾ കൂടുതൽ സംസാരിക്കുന്നവരല്ല, കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്. കോൺവേഴ്സേഷൻ എൻഡ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവരല്ല, പുതിയ വാതിൽ തുറക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നവർ. നിന്നോട് ഒരാൾ പറയുകയാണ്, ഞാനിപ്പോൾ ജിമ്മിൽ പോകാൻ തുടങ്ങി. നീ പറയുന്നു, ഓ ദാറ്റ്സ് നൈസ്. അതിലൂടെ ആ കോൺവേഴ്സേഷൻ അവിടെ അവസാനിച്ചു. ഇൻസ്റ്റെഡ് ബി ക്യൂരിയസ്. ചോദിക്കാം, നീ എന്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത്? ആൻസർ മേ ബി, ഞാൻ ഹെൽത്തി ആയി ഫീൽ ചെയ്യുന്നില്ല. അടുത്ത ടോപ്പിക്കിലേക്ക് ചേഞ്ച് ചെയ്യാതെ സ്റ്റേ ചെയ്യാം. ചോദിക്കാം, എന്തുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ തോന്നിയത്? ദേ മൈറ്റ് സേ, സ്റ്റേഴ്സ് കയറുമ്പോൾ തന്നെ ഞാൻ ടയേർഡ് ആകും. അപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് ജിമ്മിനെ കുറിച്ചല്ല, അവരുടെ ജീവിതം മാറ്റിയ ഒരു നിമിഷത്തെ കുറിച്ചാണ്. ഇതാണ് ഡിഫറൻസ്. ഓരോ ആൻസറിലും അടുത്ത ക്വസ്റ്റ്യൻസ് ഒളിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ബുദ്ധിപരമായ മറുപടി കണ്ടെത്തേണ്ട ആവശ്യമില്ല, ആത്മാർത്ഥമായ ക്യൂരിയോസിറ്റി മാത്രം മതി. ആളുകൾ കൂടുതൽ സംസാരിക്കുന്നവരെയല്ല ഓർക്കുന്നത്, അവരെ ആത്മാർത്ഥമായി കേൾക്കുന്നവരെയാണ് ഓർക്കുന്നത്. സംസാരിക്കാൻ വിഷയങ്ങൾ തീരാതിരിക്കാനുള്ള ഈസിയസ്റ്റ് വേ എന്നത് മറുപടിക്ക് വേണ്ടി തിരയാതെ അയാളുടെ ജീവിതത്തിലെ നെക്സ്റ്റ് ചാപ്റ്റർ ഡിസ്കവർ ചെയ്യാം. കാരണം നീ കാണുന്ന ഓരോ ആളും ഒരു ബുക്കാണ്. മിക്കവരും ടൈറ്റിൽ മാത്രം വായിച്ച് സംസാരിക്കാൻ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് നടന്നു പോകും. സ്റ്റോപ്പ് പ്രിപ്പയറിംഗ് ഫോർ യുവർ നെക്സ്റ്റ് സെന്റൻസ്. ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആക്ച്വലി അവരെ കേൾക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ മൈൻഡിൽ മറ്റൊരു കോൺവേഴ്സേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ എന്ത് പറയണം? ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലും പറയണം, ഓക്വേർഡ് ആകരുത്. നിങ്ങളുടെ നെക്സ്റ്റ് സെന്റൻസിൽ ഫോക്കസ് ആയതുകൊണ്ട് തന്നെ അവർ പറയുന്ന പലതും നിങ്ങൾ കേൾക്കുന്നില്ല. കോൺവേഴ്സേഷൻ ഡിഫിക്കൽട്ട് ആകാനുള്ള ഒരു ബിഗ്ഗസ്റ്റ് റീസൺ ഇതാണ്. എന്ത് പറയണമെന്ന് അറിയാത്തത് കൊണ്ടല്ല, ബട്ട് ബിക്കോസ് ബ്രെയിൻ റിപ്ലൈ എഴുതുന്നതിൽ ബിസിയാണ് ഇൻസ്റ്റെഡ് ഓഫ് ഹിയറിംഗ് ദ സ്റ്റോറി. അടുത്ത തവണ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവരെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കാതെ അവരെ ഒരു മൂവി കാണുന്നത് പോലെ കേൾക്കാം. മൂവി കാണുമ്പോൾ നമ്മൾ അടുത്ത സീൻ എന്താണെന്ന് ചിന്തിക്കാറില്ല, ആ കഥയിൽ ജീവിക്കുകയാണ്. മറുപടി പറയാൻ വേണ്ടിയല്ല, മനസ്സിലാക്കാൻ വേണ്ടി കേൾക്കാം. ആരെങ്കിലും നിന്നോട് പറയുകയാണ്, ഇന്ന് എൻ്റെ ഓഫീസിലെ വേഴ്സ്റ്റ് ഡേ ആയിരുന്നു, ഉടനെ ഉപദേശിക്കാനോ നിന്റെ അനുഭവം പറയാനോ ശ്രമിക്കാതെ അവരെ കേൾക്കും. എന്താണ് സംഭവിച്ചത്? അവർ മേ ബി പറയും, ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾക്ക് എൻ്റെ ബോസ് എന്നെ കുറ്റപ്പെടുത്തി. ടോപ്പിക് ചേഞ്ച് ചെയ്യാതെ അതിൽ തന്നെ തുടരാം. മീൻസ് സംസാരിക്കുന്നത് നിങ്ങളല്ല, അവരാണ്. അവർക്ക് സംസാരിക്കുന്നതിനുള്ള ഒരു സേഫ് പ്ലേസ് നീ കൊടുക്കുകയാണ് എന്ന് മാത്രം. ഒരു ബെസ്റ്റ് കോൺവേഴ്സേഷൻ മേക്ക് പീപ്പിൾ ഫീൽ ലൈക്ക്
their word matters. And when people feel heard, അവരുടെ സംസാരം നാച്ചുറലായി മാറും. നോട്ടീസ് ദ ഡീറ്റെയിൽസ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലർ ആരോട് വേണമെങ്കിലും മണിക്കൂറുകളോളം സംസാരിക്കും. എങ്ങനെ അവർക്ക് പുതിയ ടോപ്പിക്സ് കിട്ടുന്നു? മുന്നേ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നതാണ്? അല്ല, മറ്റുള്ളവർ കാണാതെ പോകുന്ന ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ്. നമ്മളിൽ പലരും ഒരു കോൺവെർസേഷൻ തുടങ്ങുന്നതിന് മുൻപ് ചിന്തിക്കുന്നത് ഇനി എന്ത് സംസാരിക്കണം എന്നാണ്. പക്ഷെ അതിനു മുൻപ് ചുറ്റും നോക്കും, അവരുടെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കും. ഒരു പക്ഷെ അവരുടെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ടാകാം, അവർ ജേഴ്സി ധരിച്ചിട്ടുണ്ടാകാം, ക്യാമറ പിടിച്ചിട്ടുണ്ടാകാം, നിങ്ങൾ ഒരിക്കലും കഴിച്ചെത്താത്ത ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ടാകാം. ഇവയൊന്നും ചെറിയ കാര്യങ്ങളല്ല, പുതിയ കോൺവെർസേഷന്റെ വാതിലുകളാണ്. എന്താണ് ജോലി എന്ന് ചോദിക്കുന്നതിന് പകരം ആ ബുക്ക് ഞാൻ വായിക്കണമെന്ന് കരുതുന്നുണ്ട്, അത് വായിക്കുന്നത് വേർത്തിയാണ്. നിങ്ങൾ ഓർഡർ ചെയ്ത കോഫി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, എങ്ങനെയുണ്ട്? ആ ജേഴ്സി കണ്ടപ്പോൾ തോന്നി നിങ്ങൾ എന്നും ഫുട്ബോൾ കാണുന്നവരാണ്. നിങ്ങൾക്ക് ടോപ്പിക് ഉണ്ടാക്കുകയല്ല, കണ്ടെത്തുകയാണ്. കാരണം ആളുകൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം അവരെ കുറിച്ചുള്ളത് തന്നെയാണ്, അവരുടെ ഇഷ്ടങ്ങൾ, അനുഭവങ്ങൾ, ഓർമ്മകൾ. A good conversation does not begin with a perfect sentence. അത് അറ്റൻഷനിൽ നിന്നും തുടങ്ങുന്നതാണ്. പറയാനുള്ള വിഷയം ദൂരെ എവിടെയുമല്ല, പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ തന്നെ ഉണ്ടാവും. സൈലൻസ് ഈസ് നോട്ട് യുവർ എനിമി. 2-3 സെക്കൻഡ് സൈലൻസ് ഇൻ എ കോൺവെർസേഷൻ. നീ പാനിക് ആവാറുണ്ടോ? എന്തെങ്കിലും പറയൂ, വേഗം എന്തെങ്കിലും ചിന്തിക്കൂ. ബ്രെയിനെ ഫോഴ്സ് ചെയ്യുകയാണ്, അതുവഴി നീ പറയാൻ പോലും ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും പറയും. Silence does not make a conversation awkward. Your fear does. നിന്റെ ഫ്രണ്ട്സിനോടും സിബ്ലിങ്സിനോടും പാരൻസിനോടും അല്ലെങ്കിൽ ക്ലോസ് ആയ ആരോടെങ്കിലും ഒക്കെ സംസാരിക്കാതെ ഇരിക്കാൻ സാധിക്കില്ലേ? ഞാനത് ഓക്വേർഡുമല്ല. പക്ഷെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ബ്രെയിൻ കരുതുന്നത് അവർ എന്നെ ജഡ്ജ് ചെയ്യുന്നു, ഞാൻ ബോറിംഗ് ആണെന്ന് അവർ കരുതുന്നു. ഓപ്പോസിറ്റ് നിൽക്കുന്നവരും സെയിം തന്നെയാണ് കരുതുന്നത്. സൈലൻസിനെ ഫില്ല് ചെയ്യാൻ റഷ് ചെയ്യാതെ സ്മൈൽ, ബ്രെത്ത്, ലുക്ക് അറൗണ്ട്. ഫ്യൂ സെക്കൻഡ് സൈലൻസ് കോൺവെർസേഷൻ നശിപ്പിക്കില്ല, പക്ഷെ അതിൽ നിന്നും എസ്കേപ്പ് ചെയ്യുന്നത് യൂഷ്വലി ഡസ്. Great conversation does not follow because people never stop talking. They follow because neither person feels afraid of lose. ഈ വീഡിയോക്ക് ശേഷവും നീ ഓക്വേർഡ് കോൺവെർസേഷനിൽ ഏർപ്പെടാം. എന്ത് പറയണമെന്ന് മറന്നു പോകാം. ഞാൻ മറ്റെന്തെങ്കിലുമൊക്കെ പറയാമായിരുന്നു എന്ന് കരുതാം. ആൻഡ് ദാറ്റ്സ് ഓക്കെ. നിനക്ക് ഓവർനൈറ്റ് കൊണ്ട് പെർഫെക്റ്റ് ആവേണ്ട ആവശ്യമില്ല. യു വെയർ നെവർ ബോൺ ബാഡ് അറ്റ് ടോക്കിംഗ്. നീ കണക്ട് ചെയ്യാൻ ശ്രമിക്കാതെ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. ഇന്ന് മുതൽ നീ എത്ര ഇംപ്രസീവ് ആയി സംസാരിക്കുന്നു എന്നല്ല, ഞാൻ മറ്റുള്ളവരെ കേൾക്കാൻ ശ്രമിച്ചു എന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. കാരണം വർഷങ്ങൾക്ക് ശേഷം നീ പറഞ്ഞ ജോക്സും നീ പറഞ്ഞ ബുദ്ധിപരമായ ആൻസറും ഒന്നും അവർ ഓർക്കില്ല. They will remember how peaceful they felt around you, how easy it was to be themselves with you. ചിലപ്പോൾ അതാകാം മോസ്റ്റ് ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ. 2 strangers ലെസ് ലോൺലി ആവുന്ന തരത്തിലുള്ള ഒന്ന്. Sometimes the most beautiful thing you can say is making someone feel they never had to search for words around you.